ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോകുന്നത്. നമ്മളൊരു 9 മണിയായപ്പോഴേക്കും തിരുവനന്തപുരത്ത് എത്തി. അവിടെ നിന്ന് നേരെ നമ്മൾ പൊങ്കാല ഇടുന്ന സ്ഥലത്തേക്ക് പോയി ഇഷ്ടിക വാങ്ങിച്ച് നമ്മുടെ അടുപ്പൊക്കെ സെറ്റാക്കി വെച്ചിട്ടോ. എന്നിട്ട് നേരെ ഫുഡ് കഴിച്ച് അമ്പലത്തിലേക്ക് പോയി ദേവിനെ തൊഴാനായിട്ട്. പോകുന്ന വഴിക്ക് റോഡിൻ്റെ 2 സൈഡിലും ഇതുപോലെ ഇഷ്ടിക കൊണ്ട് അടുപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ നടന്നു പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഉന്തി തള്ളി നമ്മളെ കൊണ്ടുപോകായിരുന്നു കേട്ടോ മുന്നിലേക്ക്. നമുക്ക് കെട്ടുകാഴ്ച കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ ദേശക്കാരുടെ. അങ്ങനെ നമ്മളൊരു 12:30 ആയപ്പോഴേക്കും ദേവിയെ കണ്ട് തൊഴുത് പുറത്തിറങ്ങിയായിരുന്നു. നല്ലപോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് ദേവിനെ തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നാരങ്ങവിളക്ക് കത്തിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ദേവിയുടെ പ്രധാന വഴിപാടാണ്. അങ്ങനെ നാരങ്ങവിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ അവിടുത്തെ കടകളിലേക്ക് ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടാണ് കേട്ടോ നേരെ പോയത്. പിറ്റേ ദിവസം രാവിലെ ഒരു 7 മണിയായപ്പോൾ തന്നെ നമ്മൾ ഇതേ കുളിച്ച് റെഡിയായി പൊങ്കാല ഇടുന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങയൊക്കെ ചിരണ്ടാനുണ്ടായിരുന്നു. അപ്പോൾ പൊങ്കാല ഇടാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. കറക്റ്റ് 9:45 ആയപ്പോൾ തന്നെ അടുപ്പിൽ തീ കൊളുത്തി കേട്ടോ. അങ്ങനെ പൊങ്കാല ഈ വർഷത്തെ പൊങ്കാല ഞാനും ഇട്ടായിരുന്നു. കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. അതുപോലെ പൊങ്കാലയുടെ അന്ന് അവിടെ നമുക്ക് ചായയും ഊണും എല്ലാം കിട്ടും. പൊങ്കാല ഇടുന്നതുകൊണ്ട് നമ്മൾ രാവിലെ ചായ ഒന്നും കുടിച്ചില്ല. പൊങ്കാല ഇട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഊണ് കഴിച്ചത്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു വെള്ളവും എല്ലാം കൊണ്ടുവന്ന് തരായിരുന്നു കേട്ടോ. അങ്ങനെ ഈ വർഷത്തെ പൊങ്കാല ഇടാനായിട്ടുള്ളൊരു ഭാഗ്യം കിട്ടി എനിക്ക്.